ഓം ശ്രീ സായി ഭഗവതേ നമഃ. ഓം ശ്രീ സായിനാഥായ നമഃ. ഔറംഗാബാദിൽ അന്നത്തെ നിജാം താലൂക്ക് ധൂബ് എന്ന ഗ്രാമത്തിൽ ഒരു ധനവാനും മാന്യനുമായ ചാന്ദ് പട്ടേൽ വസിച്ചിരുന്നു. ഒരു പ്രാവശ്യം ഔറംഗാബാദിലേക്ക് പോകുന്ന സമയത്ത് തന്റെ കുതിരയെ നഷ്ടപ്പെട്ടു. ശ്രദ്ധയോടുകൂടി 2 മാസം അതിനെ തേടിയാലും വലിയ നിരാശയോടുകൂടി തന്റെ പര്യാണം തോളിലിട്ട് തിരിച്ച് ഔറംഗാബാദിലേക്ക് പോയി. ഏകദേശം 13 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം ഒരു മാവിൻ ചുവട്ടിൽ അവലക്ഷണമായ ഒരു ഫക്കീർ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം തലയിൽ ഒരു തൊപ്പി അണിഞ്ഞിരുന്നു. അദ്ദേഹം ചുരുട്ട് വലിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ചാന്ദ് പട്ടേൽ ആ വഴി പോകുന്നത് കണ്ടപ്പോൾ അയാളെ വിളിച്ച് കുറച്ച് വിശ്രമിക്കാൻ പറഞ്ഞു. തന്റെ വശമുള്ള ഹുക്കായും കൊടുത്തു. അവ വാങ്ങിയ ശേഷം ഫക്കീർ പര്യാണത്തെ കുറിച്ച് ചോദിച്ചു. ഫക്കീർ അടുത്തുള്ള അരുവിക്കടുത്ത് നോക്കുവാൻ പറഞ്ഞു. അതിശയത്തിന്റെ മേൽ അതിശയം. അവിടെ ആ കുതിരയെ കണ്ടു. ഈ ഫക്കീർ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും ഒരു വലിയ സന്യാസിയാണെന്നും ചാന്ദ് പട്ടേൽ വിചാരിച്ചു. കുതിരയെയും കൊണ്ട് ഫക്കീറിന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം അപ്പോൾ ഹുക്ക വലിക്കാൻ തുടങ്ങുകയായിരുന്നു. അതിന് 2 കാര്യങ്ങൾ ആവശ്യമായിരുന്നു. 1 കത്തിക്കാൻ ആവശ്യമായ തീ, 2 ചാപ്പി എന്ന തുണിക്കഷ്ണം. അതിൽ കൂടിയാണ് പുക വലിക്കുന്നത്. ചാപ്പി നനയ്ക്കുവാനുള്ള വെള്ളവും തീക്കനലും ഉണ്ടാക്കാൻ ഫക്കീർ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന ചോം അഥവാ കുവരമുള്ളെടുത്ത് ശക്തിയായി നിലത്തിൽ കുത്തി. അതിൽ നിന്ന് വന്ന തീക്കനലിന് കുഴലിലിട്ടു. പിന്നീട് തന്റെ വശമുള്ള വടി കൊണ്ട് നിലത്തിലടിച്ചു. അവിടെ നിന്ന് വെള്ളം പുറത്തു വരാൻ തുടങ്ങി. നീളമുള്ള തുണിയെ നനച്ച് പിഴിഞ്ഞ് തന്റെ കയ്യിലുള്ള കുഴലിൽ ചുറ്റി. ഈ പണികളെല്ലാം കഴിഞ്ഞ് ഫക്കീർ പുകവലിച്ചു. പിന്നീട് ചാന്ദ് പട്ടേലിന്റെ കയ്യിൽ കൊടുത്തു. ഇതെല്ലാം കണ്ട് ചാന്ദ് പട്ടേൽ അത്ഭുത പരവശനായി. ഫക്കീറിനെ തന്റെ വാസസ്ഥലത്തേക്ക് വരുവാനും ആതിഥ്യം സ്വീകരിക്കുവാനും അപേക്ഷിച്ചു. അടുത്ത ദിവസം പട്ടേലിന്റെ വീട്ടിലേക്ക് ചെന്ന് കുറേ നേരം താമസിച്ചു. പട്ടേൽ ധൂബ് എന്ന ഗ്രാമത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്റെ മകന് കല്യാണം നിശ്ചയിച്ചിരുന്നു. അതുകാരണം പട്ടേൽ വിവാഹ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. കുറെ കഴിഞ്ഞ് ഷിർഡിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഫക്കീറും ആ കല്യാണ സംഘത്തോട് കൂടി ചേർന്നു. കല്യാണം നല്ല വിധത്തിൽ നടന്നു. എല്ലാവരും ദുബൈയിലേക്ക് തിരിച്ചു. പക്ഷെ ഫക്കീർ മാത്രം തിരിച്ചില്ല. ഷിർഡിയിൽ തന്നെ എന്നേക്കുമായി താമസം ആരംഭിച്ചു. കല്യാണ തിരക്ക് ഷിർഡിയിൽ ചെന്നപ്പോൾ ഫഗത്മാൽ സപതിയുടെ നിലത്തിൽ ഒരു ആൽമര ചുവട്ടിൽ ഫക്കീർ വണ്ടിയിൽ നിന്നിറങ്ങി. ഇത് കണ്ടോബ അമ്പലത്തിന്റെ അടുത്തായിരുന്നു. ആ അമ്പലമുറ്റത്തുള്ള മൈതാനത്തിൽ വണ്ടിയിൽ നിന്ന് ഓരോ ആളായി ഇറങ്ങി തുടങ്ങി. മാൽ സപതി ഫക്കീർ ഇറങ്ങുന്നത് കണ്ട് അദ്ദേഹത്തിനെ സായി എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി. മറ്റുള്ളവരും അതിനുശേഷം അദ്ദേഹത്തെ സായി എന്ന് വിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഫക്കീർ സായി ബാബയായി പരിണമിച്ചു. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃത്തി ലഭിക്കട്ടെ.